ബിൻ വർക്ക് ഇതിൽ ഇപ്പോൾ ഭരണഘടനാ അവഹേളനം സജി ചെറിയാൻ നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതൊരു ഒരു സമ്മേളനത്തിൽ വാവിട്ട് പോയി എന്നുള്ളതിനപ്പുറത്ത് സജി ചെറിയാൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടാണ് ഇന്ന് കോൺഗ്രസും കാണുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഘപരിവാറിന് RSSനും ഒക്കെ ഭരണഘടനയെക്കുറിച്ച് എതിരഭിപ്രായം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. നമ്മൾ കെ സുധാകരൻ്റെ കാലത്ത്, വാക്കിൽ പറഞ്ഞാൽ ജാംബവാന്റെ കാലത്ത്. അതൊക്കെ പിന്നിട്ട് കുറേ കാലം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വന്നു, അതൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളായി മാറി. BJP രാജ്യം ഭരിക്കുന്നു, ഒരുപാട് മാറ്റം വന്നു. ഇതിപ്പോൾ വാവിട്ട് പോയൊരു പ്രസംഗം എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഉറച്ച പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളിൽ നിന്ന് സംസാരിച്ചതാണ് എന്ന് കാണേണ്ടതുണ്ടോ? അല്ല, എന്ത് ഉറച്ച പ്രത്യയശാസ്ത്രമാണ്. അതായത് ഈ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ CPIയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സോമനാഥ് ലഹരി പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിനകത്തൊരു അംഗമായിരുന്നു. സോമനാഥ് ലഹരി പിന്നീട് വെസ്റ്റ് ബംഗാളിലെ MLAയും മന്ത്രിയുമൊക്കെയായ CPIയുടെ നേതാവായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ഈ പ്രൈവസി ലോകൾ കുറച്ചുകൂടി ശക്തി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പ്രസംഗിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ എത്രയോ വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. അത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ആളുകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന്, പാഴ്സിയിൽ നിന്ന്, ബുദ്ധ ജനതയ്ക്ക്, അങ്ങനെ കൃത്യമായ ഒരു വലിയ വൈവിധ്യങ്ങളുണ്ടായ ആളുകളുടെ, അതും ഏറ്റവും വലിയ അക്കാഡമിഷ്യന്മാരുടെ അങ്ങനെ നിരന്തരമായ ചർച്ചകൾക്ക് ഒടുവിൽ നമ്മൾ ഇവോൾവ് ചെയ്തെടുത്തൊരു ഭരണഘടന തെറ്റാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യവിരുദ്ധമാണ് എന്നുള്ളത് നമുക്ക് കാലാകാലങ്ങളായിട്ട് അറിയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് പോലും അംഗീകരിച്ചില്ലല്ലോ. ആദ്യത്തെ 4 കൊല്ലം ഇന്ത്യയിൽ ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ അവർ കരിങ്കൊടി കയറ്റിയവരാണ്. പിന്നീട് അവർ അതിൽ നിന്ന് മാറി വരികയുണ്ടായി. ഇപ്പോൾ BJP ഒക്കെ അന്നും ഇന്നും ഒക്കെ ഭരണഘടനാ വിരുദ്ധവും സ്വാതന്ത്ര്യദിനവും ഒക്കെ കോൺഗ്രസ് എന്തോ ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പറ്റിച്ചുണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ രാഷ്ട്രീയ നയങ്ങളാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ പ്രിവെയിൽ ചെയ്തിരിക്കുന്ന നിയമ സംഹിത അനുസരിച്ച്, ഇപ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ സജി ചെറിയാൻ രാജിവെച്ചു. അദ്ദേഹം പിന്നീട് കേരളത്തിലെ മന്ത്രിയായിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? വീണ്ടും ഈ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹത്തിന് ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ആണ് എന്നുള്ള നിങ്ങളുടെ വാദം ശരിവെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് ഈ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്നത്? എന്തിനാണ് ഈ ആളുകളെ, നാട്ടുകാരെ പറ്റിക്കുന്നത്? എന്താണ്? ഈ നാട്ടുകാരെല്ലാവരും ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ട്. അതിനനുസൃതമായി ഈ രാജ്യത്തൊരു നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിതയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വീണ്ടും അദ്ദേഹം നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയാൽ അദ്ദേഹത്തിന് എങ്ങനെ നമുക്ക് മന്ത്രിയായിട്ടും MLA ആയിട്ടും തുടരാൻ സാധിക്കും, അഭിലാഷ്? അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, ഇത് കേരളത്തിൽ കുറെ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തി വരുന്നതാണ്. കേരളത്തിലെ പോലീസിനെതിരെ കൂടിയുള്ള അടിയാണിത്. കാരണം കേരളത്തിലെ പോലീസ് എന്ത് വൃത്തികേട് കാണിച്ചാണെങ്കിലും സ്വന്തം ആളുകളെ സംരക്ഷിക്കും എന്നുള്ള നയമാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഈ വിഷയത്തിൽ തിരുവല്ലയിലെ പോലീസിന്റെ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ടിനെ റദ്ദ് ചെയ്യുകയാണ് ഹൈക്കോടതി. തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് കോടതിയെ പോലും ഇൻഡയറക്റ്റായി വിമർശിക്കുകയാണ് ഹൈക്കോടതി. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഈ മന്ത്രിക്ക് വേണ്ടി സ്വജനപക്ഷപാതം നടത്തിയത് പോലീസാണ്. ഈ പോലീസിന്റെ ഓരോ ചെയ്തികൾ, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാർ അടിച്ച കേസുകൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറയുമ്പോൾ സജി ചെറിയാൻ യോഗ്യനല്ല, മന്ത്രിയാവാൻ മാത്രമല്ല MLA ആയിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം ഒന്നെങ്കിൽ അത് തിരുത്തണം. അഭിലാഷ്, ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ഈ സജി ചെറിയാൻ ഇന്നേ വരെ കേരള പൊതുസമൂഹത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് കൺവിൻസിംഗ് ആയി താൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ സജി ചെറിയാൻ ഇന്നും അതേ അഭിപ്രായമാണുള്ളത്. ഇതേ അഭിപ്രായമുള്ള ഒരാളെ എങ്ങനെ നമ്മൾ മന്ത്രിയും MLA ആയി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ അറിയുന്ന നിയമസഭയിൽ കൊണ്ട് പ്രസംഗിപ്പിക്കും? അഭിലാഷേ, അത് പ്രസംഗിപ്പിക്കാൻ നിയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ നിയമം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇയാൾ പ്രസംഗിപ്പിക്കാൻ വേദി കൊടുക്കും? എന്ന് പറയുമ്പോൾ ഇദ്ദേഹം രാജിവെച്ചൊഴിയണം. അത് മന്ത്രിസ്ഥാനം മാത്രമല്ല, MLA സ്ഥാനം രാജിവെച്ചൊഴിയണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യനാക്കപ്പെടും, ഉറപ്പാണ്. ഈ കേസ് മുന്നോട്ട് പോകുന്തോറും അദ്ദേഹം അയോഗ്യനായി മാറും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അപ്പൊ എത്ര കാലം സംരക്ഷിക്കാമോ അത്രയും കാലം സംരക്ഷിക്കുക എന്നുള്ള നയമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ പണ്ട് തൊട്ടേ കോൺഗ്രസിനെതിരെ എന്തെങ്കിലും ഹൈക്കോടതി വിധി വരുമ്പോഴാണ് അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ വരികയുള്ളൂ. അത് അവർക്കെതിരെ ഏതെങ്കിലും ഹൈക്കോടതി വിധി വന്നാൽ ഒരു ധാർമ്മികതയില്ല, ഒരു മൂല്യവുമില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് സജി ചെറിയാന്റെ പ്രസ്താവന. അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം മാത്രമല്ല MLA സ്ഥാനവും രാജിവെക്കണം. ഞങ്ങളുടെ സമരം കൊണ്ട് കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെക്കേണ്ടി വന്നത്. ഇനിയും ആ സമരങ്ങൾ വളരെ കൃത്യമായി തുടരും. പിന്നെ ഒറ്റ കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അഭിലാഷേ. ഈ പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നത് കോൺഗ്രസ്സുകാരും എടുത്തിട്ടൊന്നുമല്ല. ഈ പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നത് CPIM
ഭരണഘടനയെ സ്നേഹിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ പിന്മുറക്കാരായ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് എന്നുള്ളത് നമ്മൾ അന്നേ ചർച്ച ചെയ്തതാണ്. ആ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയുടെ ഭരണഘടനയെ സ്നേഹിക്കുന്ന സജി ചെറിയാനെ പോലുള്ള പുഴുക്കുത്തുകൾ ഈ രാജ്യത്തിന്റെ നിയമസംഹിതയിൽ ഉണ്ടാകരുത് എന്ന് വിശ്വസിക്കുന്ന ആ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. സജി ചെറിയാൻ രാജിവെക്കണം. മന്ത്രിസ്ഥാനം മാത്രമല്ല MLA സ്ഥാനം.